നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, ഇന്ന് പല വീടുകളിലും പ്രകൃതിയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ ചുമരുകളിൽ പതിച്ചിരിക്കുന്നത് കാണാം. ഇതിൻ്റെ അർത്ഥം അവർ പ്രകൃതി സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ അവർ സ്വന്തം തൊടിയിലെ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നു, പറമ്പിലെ കാവ് വെട്ടിത്തെളിയിക്കുന്നു, കുളങ്ങൾ മൂടുന്നു. പണ്ട് ഗ്രാമങ്ങളിൽ മിക്ക വീടുകളിലും കുളവും കാവും ഉണ്ടായിരുന്നു. ഇന്ന് അവ മിക്കവാറും അപ്രത്യക്ഷമായിരിക്കുന്നു. ജനപ്പെരുപ്പം ഇതിനൊരു കാരണമായിരിക്കാം. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ ആശ്രയിച്ചു വേണം അവന് ജീവിക്കുവാൻ. അതിനാൽ നമ്മുടെ നിലനിൽപ്പിനാവശ്യമായത് പ്രകൃതിയിൽ നിന്നെടുക്കാം. എന്നാൽ അത് പ്രകൃതിയുടെ താളലയം തകർക്കാനിടയാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. കടൽ തീരത്ത് ആമ മുട്ടയിട്ടിരിക്കുന്നത് കണ്ടാൽ പണ്ടുള്ളവർ കുറച്ച് മുട്ട അവിടെ വച്ചിട്ട് ബാക്കി മാത്രമേ എടുക്കുകയുള്ളൂ. അമ്മ നേരിട്ട് കണ്ട ഒരു സംഭവം ഈ അവസരത്തിൽ പറയുന്നു. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനായ മകൻ ഒരു ദിവസം കടപ്പുറത്ത് കണ്ട മുഴുവൻ ആമമുട്ടയും എടുത്തു വീട്ടിലെത്തി. ഇതറിഞ്ഞ അച്ഛൻ അയാളെ കർശനമായി ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മക്കളെ എല്ലാം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ നീ എത്രമാത്രം ദുഃഖിക്കും. അതുപോലെ തന്നെയാണ് ആ ജീവികളുടെ വേദനയും. ഒരു കുഞ്ഞിനെ പോലും കിട്ടിയില്ലെങ്കിൽ ആ തള്ളയാമ എത്രമാത്രം വേദനിക്കും. അതിൻ്റെ തലമുറ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ നമുക്കും പ്രകൃതിക്കും ഗുണവും നന്മയും ഉണ്ടാകും. അതുകൊണ്ട് വേഗം പകുതി മുട്ട എടുത്തിടത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി. മകൻ അതനുസരിച്ചു. സ്വന്തം വിശപ്പടക്കാൻ ആമയുടെ മുട്ട എടുക്കുമ്പോഴും ആ തള്ളയാമയുടെ വേദന അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കാരുണ്യം അന്നുള്ളവർക്കുണ്ടായിരുന്നു. ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ ഒരു കാഴ്ചപ്പാടാണ് പണ്ടുള്ളവർക്കുണ്ടായിരുന്നത്. ഹരി ഓം നമഃ ശിവായ.